കബ്സുൽ പുത്തൻകുട്ടിക്കുപ്പായം അസോസിയേറ്റഡ് ബൈ ഓക്സിജൻ, കിൻസോടെക് ആൻഡ് ആധാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്. അടുത്ത കണ്ടസ്റ്റന്റ് റസീൻ. മെഡ്ലി സെഷൻ ആണ്. അപ്പോൾ സ്നേഹപൂർവ്വം തന്നെ നമ്മൾ അടുത്ത കണ്ടസ്റ്റന്റിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഹലോ, ആരുടെ പാട്ടാണ് പാടുന്നത്? KG സത്താർക്ക്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം KG സത്താർ, അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ. മാഷേ, സത്താർക്കയുടെ പാട്ടുകൾ അൻവർക്ക് ഒരു പാട്ട് പാടും ഇവിടെ എന്തായാലും. കാരണം സത്താർക്കയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഗ്രാമഫോൺ റെക്കോർഡിൽ ഈ മാപ്പിള പാട്ടുകളും ലളിത ഗാനങ്ങളും നാടക ഗാനങ്ങളും ഒക്കെ പാടി ഈ മേഖലയെ ഒരു കാലത്ത് സജീവമാക്കിയ, ഏതാണ്ട് 85 വയസ്സ് വരെ ജീവിച്ച അദ്ദേഹം വളരെ സജീവമായിട്ട് ഈ മേഖല ഉണ്ടായിരുന്നു. മനോഹരമായ പാട്ടുകൾ. ഒരു കാലത്ത് മലയാളത്തിലെ ആദ്യത്തെ ഗ്രാമഫോൺ റെക്കോർഡ് പാടിയത് സത്താർക്കയുടെ പിതാവ് ഗുൽ മുഹമ്മദാണ്. അങ്ങനെ മാപ്പിളപ്പാട്ടിലും എല്ലാ മേഖലയും സജീവമാക്കിയ ഒരു അതുല്യ കലാകാരനാണ് KG സത്താർക്ക. സത്താർക്കയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പാട്ടുകളൊക്കെ എന്താ പറയുക, അന്നത്തെ കാലത്ത് എന്താ പറയുക, ക്ലാസിക്കലി ഒരു ബേസ് ഉള്ളൊരു വലിയ കലാകാരനായിരുന്നു. പൂ പൂവറുക്കണവിയാത്തു ഇയു പുതുമ കെട്ടൊടിവിയാത്തു കൽബിലിത്തിരി കവിത പാടണ കഥയറിഞ്ഞൊടിവിയാത്തു കണ്ണിൻ്റെ കടമിഴിയാലെ കിന്നാരം പറയണ പെണ്ണ് ഇന്നെന്തേ നിൻമിഴിക്കൊരു നിറമാറ്റം പൊന്നേ പെണ്ണെ കണ്ണിൻ്റെ കടമിഴിയാലെ കിന്നാരം പറയണ പെണ്ണ് ഇന്നെന്തേ നിൻമിഴിക്കൊരു നിറമാറ്റം പൊന്നേ കണ്ണേ കണ്ണിൻ്റെ കടമിഴിയാലെ കിന്നാരം പറയണ പെണ്ണ് അല്ലിക്കത്തും കുമ്മത്തും കാതിലുണ്ട് അരിമുല്ല പണ്ടങ്ങൾ അണിഞ്ഞിട്ടുണ്ട് അറബിക്കാർ തോൽക്കുന്നൊരറിവുമുണ്ട് അറബിക്കാർ തോൽക്കുന്നൊരറിവുമുണ്ട് പെണ്ണിന് കവിളത്തോരറിമ്പറ കൂറുന്നുമുണ്ട് പെണ്ണിന് കവിളത്തോരറിമ്പറ കൂറുന്നുമുണ്ട് കൊച്ചിയിലെങ്ങും കൊച്ചിയിലെങ്ങും പാടി കൊച്ചിയിലെങ്ങും പെണ്ണില്ല കോഴിക്കോട്ടും പെണ്ണില്ല കൊയിലാണ്ട് ചെന്ന ഞമ്മള് പെണ്ണിനെ കണ്ട് വയനാടൻ മഞ്ഞൾ പോലൊരു സുന്ദരി പെണ്ണ് വയനാടൻ മഞ്ഞൾ പോലൊരു സുന്ദരി പെണ്ണ്. കുറേ പാട്ടുണ്ട് മക്കളെ. ഇതൊക്കെയാണ് പറഞ്ഞേ. ഒന്ന് അതിന്റെ ചാറുകൾ പറഞ്ഞ് നോക്കട്ടെ, കേക്കട്ടെ. എന്ത് ഏത് പാട്ടാണ്? സത്താർക്കയുടെ പാട്ടിലെ പാടാൻ പോണേ. ഏതൊക്കെ പാട്ട് വരും ഒന്ന് പറഞ്ഞു. മക്കത്ത് പോണോരെ, മക്കത്തു പോണോരെ, ഓക്കെ. ഹീറാ ഗുഹയിൽ, ഓക്കെ. ചൂണ്ടലിട്ടനെ കാലൻ, ആ, ദീനിനു വേണ്ടി, യാ അല്ലാ. എല്ലാ വെറൈറ്റി പാടി ഞെട്ടിക്ക് ഇവിടെ ആളുകൾ കേക്കട്ടെ. അല്ലെ നല്ലൊരു കൈയോട് എടുത്തേ പ്ലീസ് എല്ലാരും. ശരി, ആ സ്നേഹത്തോടു കൂടി തന്നെ പാടാം. ഞങ്ങളെ കൊണ്ടുപോകണേ
സൗദത്ത് എന്തെന്നറിയില്ല, ആ മതിൽ കിട്ടുന്ന് കാണാൻ കഴിയില്ല. മകൾ സൗദത്ത് എന്തെന്നറിയില്ല, ആ മതിൽ കിട്ടുന്ന് കാണാൻ കഴിയില്ല. അല്ലാഹു ഞങ്ങൾക്ക് ദൗലത്ത് തന്നില്ല, അല്ലാഹു ഞങ്ങൾക്ക് ദൗലത്ത് തന്നില്ല. അതിനാലതുവരെ പോകാൻ ഗതിയില്ല. മക്കത്ത് പോണോരേ ഞങ്ങളെ കൊണ്ടുപോകണേ. ഹിറാ ഗുഹയിൽ പണ്ടൊരിക്കൽ ത്വാഹാ നബി തപസ്സിരുന്നു. ഹിറാ ഗുഹയിൽ പണ്ടൊരിക്കൽ ത്വാഹാ നബി തപസ്സിരുന്നു. അല്ലമീന നബി തങ്ങൾ ഏകയിലായി ഓർത്തിരുന്നു. ഹിറാ ഗുഹയിൽ പണ്ടൊരിക്കൽ അല്ലാഹുവിൻ കൃപയാലേ സുബ്ഹിലൊരു വഹിയുണ്ടായി. ജിബ്രീൽ വന്ന് മുഹമ്മദിൻ നുബുവത്തും നൽകി. അന്ന് ഹിറാ ഗുഹയിൽ പണ്ടൊരിക്കൽ ചൂണ്ടലിട്ടെന്നെക്കാലൻ വന്നടുത്തിടുന്നു. ചൂണ്ടലിട്ടെന്നെക്കാലൻ വന്നടുത്തിടുന്നു. യാ കരീം യാ റഹീം യാ കരുളിടണേ. ചൂണ്ടലിട്ടെന്നെക്കാലൻ വന്നടുത്തിടുന്നു. ദീനിനു വേണ്ടി ദീനിനു വേണ്ടി ദീനിനു വേണ്ടി ദീനിനു വേണ്ടി ജീവൻ നൽകിയ ശുഹദോരേ നായകരേ ബദറോർകളെ നിങ്ങൾക്കായിരമായിരം സ്തോത്രങ്ങൾ, ആയിരമായിരം സ്തോത്രങ്ങൾ. ബദറും മുഹദും അടരാടിയവർ അഹദവനേകിയ വീരോടെ. ബദറും മുഹദും അടരാടിയവർ അഹദവനേകിയ വീരോടെ. ജീവനും നീണവും ത്യാഗവും നൽകി, ജീവനും നീണവും ത്യാഗവും നൽകി പാലിച്ചുയർത്തിയ ദീനാണ് നായകരേ ബദറോർകളെ നിങ്ങൾക്കായിരമായിരം സ്തോത്രങ്ങൾ, ആയിരമായിരം സ്തോത്രങ്ങൾ. യാ അല്ലാഹ് യാ അല്ലാഹ് അർഹമോറാഹിമേ യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ് അർഹമോറാഹിമേ യാ അല്ലാഹ് യാ അല്ലാഹ്.
താങ്ക് യു സോ മച്ച്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഹലോ, അടിപൊളിയല്ലേ? ഹാപ്പി അല്ലേ? ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇനി നേരെ ഈ ഒരു വേദിയിലേക്ക് നമുക്ക് ഡ്യുവറ്റ് പെർഫോമൻസ് ആണ്. അസ്ലഹാന, ഫാത്തിമ, ഹിബ രണ്ടുപേരെയും സ്നേഹപൂർവ്വം തന്നെ ഡ്യുവറ്റ് പെർഫോമൻസിന് വേണ്ടിയിട്ട് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. കയ്യടികൾ വേണം. രണ്ട് കൈ വെറുതെ ഇരിക്കുകയല്ലേ? നല്ല കയ്യടികൾ നൽകിക്കൊണ്ട് തന്നെ രണ്ടുപേരെയും സ്നേഹപൂർവ്വം ഈ ഒരു വേദിയിലേക്ക് ക്ഷണിക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വേദികളൊക്കെ ഇവരുടെ ഒരു വലിയ പ്രതീക്ഷകളാണ്. ആ പ്രതീക്ഷകൾ അതങ്ങനെ തന്നെ നിലനിർത്തുക എന്നൊരു കടമ ഇവിടെയുള്ള നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ സ്നേഹപൂർവ്വം നല്ല കയ്യടികൾ നൽകിക്കൊണ്ട് വേദിയിലേക്ക് അസ്ലഹാൻ, ഫാത്തിമ, ഹിബ ഡ്യുവറ്റ് പെർഫോമൻസ് ആണ്. ഹലോ, നിങ്ങൾ രണ്ടുപേരും വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. കാരണം ഇനി ഒരു നല്ല കയ്യടിയോട് കൂടി തന്നെ അവിടെ പെർഫോമൻസിലേക്ക് പോവുകയാണ്. ഓൾ ദ ബെസ്റ്റ്. അഴകേറും നോടേവ കാഞ്ചനാബാല്യം ചൂടിക്കാൻ സുന്ദര രൂപന മഹമൂദിവിടെ നിൽപ്പുണ്ടേ. നീലാകാശത്തിൻ്റെ എളിമയിൽ ചന്ദ്രൻ വിലസുമ്പോൾ മഹമൂദ് സന്തോഷത്തോടെ നോക്കി നിന്നിടുമ്പോൾ മഹമൂദേ പോകോ നീ ചുംബന ഹർഷം നൽകോ നീ കല്യാണ രാവിൻ്റെ ആനന്ദാരവം കേൾക്കാനാ. മണവാളൻ മഹമൂദിന്റെ എന്തൊരാനന്ദം, പുതിയൊരു ജീവിതകാലം തുടങ്ങാൻ, പുതിയൊരു ജീവിത രാഗങ്ങൾ ചരിക്കാൻ, പുതിയൊരു ജീവിത കഥകൾ രചിക്കാൻ ദാമ്പത്യ പൂങ്കാവിതിലായി വന്നു നിൽക്കുന്നേ. ദമ്പതികൾ സർവസുഖങ്ങളും നേരുന്നേ ഞങ്ങൾ. സുന്ദരനാം പുതുമാരന്റെ നോട്ടം, സുന്ദരി പുതുപെണ്ണിന്റെയും നേട്ടം, കേൾക്കുന്നു പോട്ടി ചിരിയുടെ നാദം. ആരോഗ്യം ജീവിതത്തിൽ നേരുന്നേ ഞങ്ങൾ. ആസുരമാ ഭാവിനങ്ങൾ നേരിടുന്നല്ലോ. ആരോഗ്യം ജീവിതത്തിൽ നേരുന്നേ ഞങ്ങൾ. ആസുരമാ ഭാവിനങ്ങൾ നേരിടുന്നല്ലോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. തകർത്തു, അടിച്ചു പൊളിച്ചു. താങ്ക് യു സോ മച്ച്. പ്ലീസ്.
അടിപൊളിയായിരുന്നു അല്ലേ? അത് തന്നെ, എന്താ സ്പെഷ്യൽ കയ്യടിയിലൊക്കെ. അടുത്തത് വീണ്ടും ഒരു മെഡ്ലി സെഷനാണ്. സ്നേഹപൂർവ്വം തന്നെ റൈഹാന മുത്തു വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നല്ല കൈയോട് കൂടി തന്നെ പുത്തൻ കുട്ടിക്കുപ്പായത്തിൻ്റെ ക്വാർട്ടർ ഫിനാലെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ പ്രിയപ്പെട്ട കണ്ടസ്റ്റൻസും ഈ ഒരു വേദിയിലേക്ക് വരുന്നു. ഏറ്റവും മികച്ച ഗാനങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് തന്നെയാണ് അവർ ഓരോരുത്തരും പാടുന്നത്. അതിന് വലിയൊരു സ്വീകാര്യത നിങ്ങൾക്ക് നൽകാൻ സാധിച്ചിട്ടുണ്ട്. റൈഹാന, ഹലോ. ഓൾറെഡി പല വേദികളിൽ കൂടി നിങ്ങൾക്ക് പരിചയമുണ്ട്. ഇന്ന് ആരുടെ പാട്ടാണ് പാടാൻ വേണ്ടി പോകുന്നത്? കണ്ണൂർ സലീംക്ക. കണ്ണൂർ സലീമിക്കയുടെ പാട്ടുകളാണ് പാടുന്നത്. അതിപ്പോൾ ഞാൻ ആരോട് ചോദിച്ചാലും ഇല്ലേ ഒരുപാടുണ്ട് പറയാനായിട്ട്. മാപ്പിളപ്പാട്ടിൽ ചടുല സംഗീതം ഇത്രയധികം ആളുകളുടെ ചങ്കിലേക്ക് തറച്ച് പാടി ട്യൂണുണ്ടാക്കിയ ഒരു മനുഷ്യൻ കണ്ണൂർ സലീമിക്കയാണ്. അത് എവിടെ പോയാലും സലീമിക്കയുടെ ഒരു 4 പാട്ട് മസ്റ്റായിട്ടുണ്ടാവും. ഒരു എന്താ പറയുക, മാപ്പിളപ്പാട്ടിൻ്റെ ചടുല സംഗീതം, ഒരു ദ്രുത താളത്തിലുള്ള പാട്ടുകൾ മൊത്തം സലീമിക്കയുടെ പേരിലാണ് ഉള്ളത്. അപ്പോൾ മക്കൾ ആ നിലക്ക് ഏതൊക്കെ പാട്ടുകൾ കൊണ്ടുവന്നു എന്ന് നമുക്കറിയില്ല, നമുക്ക് പാടി കേൾക്കണം. തകർക്കൂലേ? തകർക്കുവോ? ആ യെസ്. ആ നല്ല കയ്യടി ഇങ്ങ് പോരട്ടെ. ശരി, ഓൾ ദി ബെസ്റ്റ്.
താങ്ക് യു സോ മച്ച്. ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ കേട്ടു. സ്പെഷ്യൽ സപ്പോർട്ടൊക്കെ ഉണ്ടല്ലേ, അപ്പം നല്ല കൈയടി പോരട്ടെ. ആശംസകൾ നേരുകയാണ്. താങ്ക് യു സോ മച്ച് ഡിയർ. താങ്ക് യു. അടുത്തതായിട്ട് വീണ്ടും മെഡ്ലി സെഷനിലേക്കാണ് വരുന്നത്. സ്നേഹപൂർവ്വം തന്നെ കണ്ടസ്റ്റന്റ് യാസിനെ നല്ലൊരു കൈയടിയോട് കൂടി തന്നെ ഈ ഒരു വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. കൈയടികൾ വേണം, അതല്ലേ സന്തോഷം അല്ലേ? കണ്ടില്ലേ, നമുക്ക് കൈയടിക്കാൻ തോന്നുന്നില്ലേ ഇത്രയേറെ മിടുക്കനായിട്ട് ഒരാൾ സ്റ്റേജിലേക്ക് വരുമ്പോൾ? ആരുടെ പാട്ടാണ് പാടുന്നത്? കണ്ണൂർ ഷെരീഫ് ഖാൻ്റെ. അത് വേണമല്ലേ? കണ്ണൂർ ഷെരീഫിക്ക് ആരോടാണ് ഞാൻ ചോദിക്കുന്നത്? കണ്ണൂർ ഷെരീഫിക്കയുടെ പാട്ടാണ് പാടാൻ വേണ്ടി പോകുന്നത്. അതില്ലാത്തൊരു വേദി തീർച്ചയായിട്ടും ഇന്നില്ല. യാസിനെ, ആ നമ്മുടെ ഈ പുത്തൻകുട്ടി കുപ്പായത്തിലെ ബ്രാലാണ് നീ. ബ്രാലാണൊക്കെ ഇങ്ങനെ പറന്ന് നടക്കുമായിരുന്നു. ഈ പാട്ടിൽ നിൻ്റെ ഈ ബ്രാലിസം, ഈ ലാലിസം എന്നൊക്കെ പറയുന്നത്, ബ്രാലിസം, യാസിൻ്റെ ബ്രാലിസം നമ്മൾ കാണട്ടെ. തകർക്കൂലേ? ഞെട്ടിക്കൂലേ? തീർച്ചയായും. ശരി. ഒരു നല്ല കൈയടി കൂടി നൽകിക്കൊണ്ട് യാസിൻ മെഡ്ലി സെഷനിലേക്ക് ഓൾ ദി ബെസ്റ്റ്. കണ്ണൂർ
താങ്ക് യു സോ മച്ച്. ഷെരീഫിനെയൊക്കെ നമ്മൾ വീണ്ടും ഒന്നും കൂടി ഓർത്തു അല്ലേ ഈ വേദിയിലേക്ക്. താങ്ക് യു. ഓൾ ദ വെരി ബെസ്റ്റ് പ്ലീസ്.